Dear students, welcome to maths class. In the last class we discussed questions in page number 60. This was the last question we discussed in the last class. Now we are going to begin new topic, that is two chords. Okay, two chords. In the figure you can see two chords which are intersecting at a point in the inside the circle. Okay, this is a circle and these two are chords and this is the point of intersection, and these two are diameters. This is the center. Therefore all these four parts will be radii, or each one is the radius of the circle. Therefore all these four parts will be equal. If the chords are not diameters, then the figure will be like this. Okay, here it is not diameter, this also is not diameter. If AB and CD are two chords which are not diameters and they are intersecting at a point P inside the circle, then there is a property, that is PA into PB is equal to PC into PD. Okay, that is the product of two parts of a chord is equal to the product of two parts of the other chord. This chord has two parts, PC and PD. Multiply these two, PC into PD. Okay, and this chord also has two parts, PB and PA. Multiply PA and PB. That means all these four parts will have lengths. Okay, those lengths are multiplied. Okay, length of this into length of this will be equal to length of this into length of this for every two chords intersecting inside the circle, as in this figure. Okay, ഈ ഫിഗറിലുള്ള പോലെ രണ്ട് കോർഡ്സ് സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് പിയും രണ്ട് കോർഡ്സിൻ്റെ നെയിംസ് എ ബിയും സി ഡിയും ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നുള്ളത്. മേലുള്ള അതേ ഫിഗർ തന്നെ, എ ബി ഒരു കോഡ്, സി ഡി അനദർ കോഡ്, പി ഇസ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. എന്നിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു, ഇവിടെ ജോയിൻ ചെയ്യുന്നു. Now you can see two triangles, this one and this one. Okay, ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് മീൻസ് triangles in which angles are equal. That means the three angles of this triangle will be different, but the measures of three angles of this triangle and three angles of this triangle all are equal. Okay, ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ മെഷേഴ്സ് തന്നെ ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ മെഷേഴ്സ് ആയിട്ട് വരിക. അത്തരം ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലറായി മാറും, ആംഗിൾസ് ഈക്വലായി മാറും. എങ്ങനെയാണ് ആംഗിൾസ് ഈക്വൽ ആവുന്നുള്ളത് പറയാം. ഈ പിയിലുള്ള ആംഗിൾസാണ് ഇത് രണ്ടും എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. ദെർഫോർ വി ഗോട്ട് this angle is equal to this one. Now consider this small arc. This one is the alternate arc of this small one. Okay, therefore angle CAB and CDB are angles in the same arc. Okay, therefore they are equal. So this angle will be equal to this angle. അപ്പോൾ ഈ ട്രയാങ്കിളിൽ രണ്ട് ആംഗിളും ഈ ട്രയാങ്കിളിൽ രണ്ട് ആംഗിളും ഈക്വലായി. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും, രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, തേർഡ് ആംഗിൾസ് ഇൻ ബോത്ത് ട്രയാങ്കിൾസ് വിൽ ബി ഈക്വൽ. മറ്റൊരു രീതിയിലും നമുക്ക് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് ദിസ് ഈസ് എൻ ആർക്ക്. ഓക്കെ, ദിസ് ഈസ് ഇറ്റ്സ് എ ഓൾട്ടർനേറ്റ് ആർക്ക്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാവുന്ന ആംഗിൾസ് ആണത് ആംഗിൾ എ സി ഡി ആൻഡ് എ ബി ഡി. ദെർഫോർ ദീസ് ടു വിൽ ബി ഈക്വൽ. അങ്ങനെയും പറയാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിലുള്ള പ്രത്യേകത എന്താണ്, ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ റേഷ്യോസ് വിൽ ബി ഈക്വൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഈ രണ്ട് സൈഡ് നമ്മൾ
പരിഗണിക്കാതെ ഓക്കെ മറ്റ് ഈ സൈഡ്സ് ഈ രണ്ട് സൈഡ്സൊക്കെ വരുന്ന രീതിയിലുള്ള റേഷ്യോ നമ്മൾ എടുക്കുക. ദാറ്റ് മീൻസ് ഇത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഈ സൈഡ്, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഈ സൈഡ്. അത് രണ്ടും അവിടെ നിൽക്കട്ടെ. മറ്റ് രണ്ട് ആംഗിൾസ് ഈ ട്രയാങ്കിളുള്ളത് ഇതെല്ലാമാണ്, മറ്റേ ട്രയാങ്കിളുള്ളത് ഈ രണ്ട് ആംഗിൾസാണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ റേഷ്യോസ് എഴുതും. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ പി സിയിൽ സി എന്ന ആംഗിളും ട്രയാങ്കിൾ ഡി പി ബിയിൽ ബി എന്ന ആംഗിളും ഈക്വലാണ്. അപ്പോൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് പി എ, ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് പി ഡി ആണ്. ഓക്കെ, സോ പി എ ബൈ പി ഡി ഈക്വൽ ടു ഈ ട്രയാങ്കിളിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതാണ്, ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതായതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി സി ബൈ പി ബി എന്ന് കിട്ടും. ഓക്കെ, പി എ ബൈ പി ഡി ഇസ് ഈക്വൽ ടു പി സി ബൈ പി ബി. പി എ ബൈ പി ഡി ഇസ് ഈക്വൽ ടു പി എ ബൈ പി ഡി ഇസ് ഈക്വൽ ടു പി സി ബൈ പി ബി. പി സി ബൈ പി ബി. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി എന്ത് സംഭവിക്കും? ഇനി മൂന്നാമത്തെ ഒരു സൈഡ്സിൻ്റെ റേഷ്യോയും ഇതിന് ഈക്വൽ ആയിരിക്കും കേട്ടോ. ഏതാണ് മൂന്നാമത്തെ സൈഡ്സ്? എ സിയും ബി ഡിയും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എ സി ബൈ ബി ഡി എന്ന് കൂടി എഴുതാം. പക്ഷെ നമുക്കിവിടെ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് ഈ രണ്ട് കോഡ്സ് മാത്രമായിരുന്നു. ഓക്കെ, നമ്മൾ ഇത് വരച്ചിട്ടാണ് ട്രയാങ്കിൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കോഡ്സിൻ്റെ പാർട്സിൻ്റെ പ്രൊഡക്ട്സ് ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ അത് മാത്രം വന്നാൽ മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ 4 മെഷേഴ്സ് മാത്രം എടുക്കുന്നത്, ഇത് രണ്ടും എടുക്കാതിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അതും കൂടെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഇവിടെ പി എ, ഇത് പി ബി. ഓക്കെ, നൗ വി ഡു വാട്ട്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി ഡി ഇൻറ്റു പി സി അല്ലെങ്കിൽ പി സി ഇൻറ്റു പി ഡി എന്ന് വരും. അപ്പോൾ ബൈ ഡൂയിങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് വാട്ട്? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതാണ് റിസൾട്ട്. ഓക്കെ, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് സർക്കിളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ രണ്ട് കോഡ്സ് വരച്ച് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുവെങ്കിൽ if that point of intersection is P, if the chords are AB and CD, we'll get PA into PB is equal to PC into PD. That is, the product of two parts of one chord is equal to the product of two parts of the other chord. ഇനി കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം, സ്റ്റേറ്റ്മെൻ്റ് ആയി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയി കൊടുത്തിരിക്കുകയാണ്. if two chords of a circle intersect within the circle, then the products of the parts of the two chords are equal. Okay, പിന്നെ if two chords of a circle intersect within a circle, then the rectangles formed by the parts of the same chords have equal area എന്നാണ് മറ്റൊരു കാര്യം. അതായത് ഇപ്പം പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ജോമെട്രിക്കലായിട്ട് അത് പറയുകയാണ്. എങ്ങനെയാണ് പറയുന്നത്? ഇപ്പം ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ, അപ്പോൾ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നല്ലേ. അപ്പോൾ ഈ പി ബി എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക, പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. അങ്ങനെ ഈ ഡിസ്റ്റൻസ് എത്രയാണോ അതിങ്ങനെ പെർപെൻഡിക്കുലർ, ഈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. ഇങ്ങനെ എന്നിട്ട് ഇവിടുന്ന് വരച്ച പോലെ തന്നെ ഇവിടുന്നും അതേ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്താൽ യു വിൽ ഗെറ്റ് എ റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ഓക്കെ, ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്, അതായത് ദിസ് ഇൻറ്റു ദിസ്, അതാണ് പി എ ഇൻറ്റു പി ബി. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഈ സൈഡ് ഇങ്ങനെ തന്നെ നിലനിർത്തുക. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരയ്ക്കുക, കുത്തനെ താഴോട്ട് വരയ്ക്കുക. ഏത് ഭാഗത്തേക്കാണ് വരയ്ക്കുക? ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഇത് പി സി ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? പി സി ആണ്. പി സി ഈ ഡിസ്റ്റൻസാണ് ഇങ്ങോട്ട്. ഇവിടുന്ന് അതേ ഡിസ്റ്റൻസ് വരയ്ക്കുക അങ്ങനെ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുക.
അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് പി ഡി ഇൻറ്റു പി സി. ഓക്കെ, അല്ലെങ്കിൽ പി സി ഇൻറ്റു പി ഡി. ഈ പി സി ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഈ കോഡിൻ്റെ രണ്ട് പാർട്സായി പി സി ഇൻറ്റു പി ഡി. അപ്പോൾ ഈ കോഡിൻ്റെ രണ്ട് പാർട്സിൽ ഒന്ന് ലെങ്ത്തും മറ്റത് ബ്രെഡ്ത്തുമായിട്ടൊരു റെക്റ്റാങ്കിൾ വരച്ചാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും മറ്റേ കോഡിൻ്റെ രണ്ട് പാർട്സിൽ ഒന്ന് ലെങ്ത്തും മറ്റത് ബ്രെഡ്ത്തായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും രണ്ട് റെക്റ്റാങ്കിളുടെയും ഏരിയാസ് വിൽ ബി സെയിം. അതാണ് മറ്റൊരു കാര്യം. ബിക്കോസ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ കോഡിൻ്റെ ഇവിടം വരെയുള്ള ലെങ്ത് അവിടെ വെച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് കോമ്പസ് വെച്ചിട്ട് ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ എന്നിട്ട് ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ഈ ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ വെച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒന്ന് ലെങ്ത്തും ഒന്ന് ബ്രെഡ്ത്തായിട്ട് എടുത്തു, എന്നിങ്ങനെ വരച്ചു, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ രണ്ട് റെക്റ്റാങ്കിൾ, രണ്ടിൻ്റെ ഏരിയ സെയിം ആണല്ലോ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ തരും, ഒരു റെക്റ്റാങ്കിളിൻ്റെ മെഷർ തരും, എന്നിട്ട് അതേ ഏരിയയുള്ള മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നമ്മളോട് ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ ഈ ഐഡിയ ഉപയോഗിക്കും. ഇവിടെ പഠിച്ചിരിക്കുന്ന ഈ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കും. ഓക്കെ, അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കുന്നത്. എക്സും വൈ ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ മെഷേഴ്സ് വെച്ചുകൊണ്ട് അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനു മുമ്പേ മറ്റൊരു കാര്യം, ഈ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിക്കാം. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ട് ആ റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതേ ഏരിയയിലുള്ള മറ്റൊരു റെക്റ്റാങ്കിൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളത് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഈ ഫിഗറിലുള്ള രണ്ട് റെക്റ്റാങ്കിൾ ഏരിയ സെയിം ആണ്. എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കുക. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഇതാണ് ബ്രെഡ്ത്ത്. ഓക്കെ, ഇങ്ങനെയാണ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ, കുറച്ചും കൂടെ കൂട്ടുകയാണെങ്കിൽ ഏരിയ സെയിം ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ബ്രെഡ്ത്ത് കുറയും. അപ്പോൾ ബ്രെഡ്ത്ത് ഇത്രയും ഉണ്ടാവില്ല, ബ്രെഡ്ത്ത് ഇത്രയും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബ്രെഡ്ത്ത് കുറഞ്ഞിട്ടുള്ള ലെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ബട്ട് ബോത്ത് വിൽ ഹാവ് സെയിം ഏരിയ. എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി അതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി നമ്മൾ പഠിക്കുകയാണ്. ടു കോഡ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും മറ്റ് രണ്ട് കോഡ്സിനെ കുറിച്ച് പറയുന്നു. ഈ രണ്ട് കോഡ്സിനും ഈ നേരത്തെ പറഞ്ഞ കോഡ്സുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ വൺ ഈസ് ഡയമീറ്റർ. ഒന്ന് എന്തായിരിക്കണം, ഡയമീറ്റർ ആയിരിക്കണം. ദി അതർ വൺ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ. ഈ ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണം. നേരത്തെ പറഞ്ഞത് എനി ടു കോഡ്സാണ്. അതിൽ രണ്ടെണ്ണം ഡയമീറ്റർ ആണെന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ഡയമീറ്റർ ആണെന്നില്ല, എന്തും ആവാം. പക്ഷെ ഇവിടെ എന്താണ്, ഒന്ന് ഡയമീറ്റർ ആയിരിക്കണം. നേരത്തെ പറഞ്ഞതിൽ കോഡ്സ് രണ്ടും പെർപെൻഡിക്കുലർ ആവണമെന്നില്ല, പക്ഷേ ഇവിടെ കോഡ്സ് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ വൺ ഈസ് ഡയമീറ്റർ, ദി അതർ വൺ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ. അങ്ങനെയുള്ള രണ്ട് കോഡ്സ് ആണെങ്കിൽ, ഒന്നിൻ്റെ പേര് എ ബിയും മറ്റതിൻ്റെ പേര് സി ഡിയുമാണെങ്കിൽ, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ പി ആണെങ്കിൽ, നേരത്തെ പഠിച്ചതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് സംവെയർ ഹിയർ ദർ വിൽ ബി സെൻറ്റർ ഉണ്ടാവും. അവിടെ സെൻറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലൈനിനെ നമുക്കിപ്പം സെൻറ്ററിൽ നിന്നും ഈ കോഡിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലറായിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഹിയർ ദി ആംഗിൾ ഈസ് 90. Okay, we have studied in an standard, if a perpendicular is drawn from the center to the chord, it bisects the chord. സെൻറ്ററിൽ നിന്നും കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും, വിൽ ബൈസെക്ട് ദ കോഡ്. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് ടു ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. ടു ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് ഇവിടുത്തെ ഇങ്ങോട്ടുള്ള ലെങ്ത്തും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഡയമീറ്ററും
ഇത് ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കോഡുമാണെങ്കിൽ ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്ന് ഈ രണ്ട് ഭാഗത്തേക്കുമുള്ള ലെങ്ത്ത് സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്ന പകരം പി സി ഇൻറ്റു പി സി എന്ന് പറയാം. ബിക്കോസ് ദിസ് പി ഡി ഈസ് ഈക്വൽ ടു വാട്ട് പി സി. അപ്പോൾ പി സി ഇൻറ്റു പി സി ആകുമ്പോൾ പി സി സ്ക്വയറായി. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഇനി പി സിക്ക് പകരം പി ഡി മാത്രം എടുക്കാം. അപ്പോൾ പി സി ഇൻറ്റു പി ഡി എന്നുള്ളതിന് പകരം പി ഡി ഇൻറ്റു പി ഡി എന്ന് എടുക്കാം. അപ്പോൾ പി ഡി ഇൻറ്റു പി ഡി സ്ക്വയറായി. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി ഡി സ്ക്വയർ എന്നും പറയാം. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ എ ബി സി ആണല്ലോ നമ്മൾ സാധാരണ ആൽഫബറ്റിക് ഓർഡർ. അതുകൊണ്ട് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇഫ് എ ബി ഈസ് എ ഡയമീറ്റർ ആൻഡ് സി ഡി ഈസ് എ chord perpendicular to the diameter, then PA into PB is equal to PC square എന്നുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അതായത് ഈ ഡയമീറ്ററിൻ്റെ രണ്ട് പാർട്സിൻ്റെ ലെങ്ത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്, ഇവിടെ നിങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടെ നിങ്ങോട്ടുള്ള ലെങ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഈ ലെങ്ത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഈ ലെങ്ത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ. ഇതൊരു 2 സെൻറ്റിമീറ്ററും ഇതൊരു 8 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക. 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × 8 ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. ഇതൊരു 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്നായി മാറിയില്ലേ? ഓക്കെ. അതുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ നേരത്തെ ചിന്തിച്ച പോലെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ലെങ്ത്തും ഇവിടെ നിങ്ങളുടെ ലെങ്ത്തും ഡിഫറൻ്റ് ആണ്. ഓക്കെ. ഇത് കൂടുതലാണ് ഇതിനേക്കാൾ. അപ്പോൾ ഇത് ലെങ്ത്തും ഈ ഡിസ്റ്റൻസ് ബ്രെഡ്ത്തുമായി എന്ത് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തുമായി വരയ്ക്കുന്ന മറ്റൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. പക്ഷേ അവിടെ പി സിയും പി ഡിയും രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയറാണ്. സ്ക്വയറാണ്. ഓക്കെ. അപ്പോൾ ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തുമായി ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഇത് ഒരു സൈഡ് ആയിക്കൊണ്ട് ഒരു സ്ക്വയർ വരച്ചാൽ ആ സ്ക്വയറിൻ്റെ ഏരിയയും രണ്ടും സെയിം ആയിരിക്കും. കാരണം ഇതാണ് സൈഡെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയറാണ്, പി സി സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് പി സി സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ടല്ലോ, പി സി സ്ക്വയർ. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് സ്ക്വയർ വിത്ത് സൈഡ് പി സി. ഓക്കെ. പി എ ഇൻറ്റു പി ബി മീൻസ് area of rectangle in which PA is the length and PB is the breadth. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ലെങ്ത്തും ഈ ഡിസ്റ്റൻസ് ബ്രെഡ്ത്തുമായി ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ അതിൻ്റെ ഏരിയയും ഈ ഡിസ്റ്റൻസ് 4 സൈഡ്സിൻ്റെയും ലെങ്ത് ആയിക്കൊണ്ട് ഒരു സ്ക്വയർ വരച്ചാൽ അതിൻ്റെ ഏരിയയും സെയിം ആയി മാറും എന്നാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇത് ലെങ്ത്താക്കി എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് കോമ്പസ് വെച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇതിങ്ങനെ എടുത്തു. So we got a rectangle. Its area will be equal to the area of a square. Square ഇതാണ് ഒരു സൈഡ്. ഈ സൈഡ് എത്രയാണോ അത് തന്നെ ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. Then you will get a square. Area of this square is equal to area of this rectangle. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കും എന്നുള്ളത് പറയാം. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് സെയിം ഏരിയയിലുള്ള റെക്റ്റാങ്കിൾ എങ്ങനെ വരയ്ക്കും എന്നാണ് ഈ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുമെന്നാണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ടു ആർ ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻസ്. ഓക്കെ. വളരെ പ്രാധാന്യമുള്ള കൺസ്ട്രക്ഷനാണ്. അതായത് ചിത്രം വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കും എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അത്തരം ഫിഗേഴ്സ് വരയ്ക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റേഴ്സ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാം. ഇനി ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇറേഷണൽ നമ്പറിൻ്റെ ലെങ്ത്തുള്ള ഒരു സൈഡ് ഒരു ഇറേഷണൽ നമ്പറിൻ്റെ ലെങ്ത്തായിട്ട് വരുന്ന രീതിയിലുള്ള സ്ക്വയേഴ്സ് നമുക്ക് വരയ്ക്കാം. ഓക്കെ. അതായത് √3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള
അല്ലെങ്കിൽ ഒരു സൈഡ് √5 സെൻറ്റിമീറ്റർ ആയ ഒരു സൈഡ് √7 സെൻറ്റിമീറ്റർ ആയ ഒരു സ്ക്വയർ വരയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ വി ക്യാൻ യൂസ് ദിസ് ഐഡിയ ടു കൺസ്ട്രക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കോർഡ്സ് എന്നുള്ള ഭാഗം എഴുതുകയാണ്. ഇനി 2 കോർഡ്സിലെ നോട്ട്സ് ഒന്ന് എഴുതാം. Two chords. ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഈ സർക്കിളിൽ ഏതെങ്കിലും 2 കോർഡ്സ് നമ്മൾ വരയ്ക്കുന്നു. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണമെന്നില്ല, എങ്ങനെങ്കിലും വരച്ചാൽ മതി. One is AB, the other one is CD. Okay, this point is taken to be P. Point of intersection P is taken to be P. Okay, അപ്പോൾ if AB and CD are 2 chords intersecting at a point P inside the circle. Okay, if AB and CD are 2 chords intersecting at a point P inside the circle. Okay, then PA into PB is equal to PC into PD. This is important. This you have to study. Okay. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഫോംഡ് ബൈ taking 2 parts as the length and breadth of one rectangle, that area is equal the area of that rectangle will be equal to the area of another rectangle. Its sides are the 2 parts of the other chord. Okay, ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യം എന്താണ്? There are 2 chords. ആ 2 കോർഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? One is diameter. Okay, one is diameter, the other one is perpendicular to the diameter. Okay, this angle will be 90 and this point is, as in the earlier case, that is P and this is taken to be AB. Name of the chord is AB and here the name of the chord is CD. Then PA into PB is equal to PC into PD. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എന്താണ്? If a chord is diameter, the other one is a chord perpendicular to the diameter. Okay, if a chord is diameter and the other chord is perpendicular to the diameter. Okay, then PA into PB is equal to PC square. Okay, PA into PB is equal to PC square. Second one. Okay, ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ അതേ ഏരിയയിലുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് നോക്കാം. ഓക്കെ, draw a rectangle of area question. Draw a rectangle of length 4 centimeter and breadth
3 centimeter. Okay. Draw another rectangle of the same area. Area same ആയിരിക്കണം. Okay. And its length is 5 centimeter. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന റെക്റ്റാങ്കിൾ ലെങ്ത് 4 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഏരിയ ഈസ് 4 × 3 12 സെൻറ്റിമീറ്ററാണ്, സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇനി മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര തന്നെ ആയിരിക്കണം? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കണം. പക്ഷേ അതിൻ്റെ ലെങ്ത്ത് 4ന് പകരം എത്ര ആയിരിക്കണം? 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ 12നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏരിയയെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാക്റ്റ് നമ്പർ കിട്ടില്ല, ഒരു ഡെസിമൽ നമ്പറാണ് കിട്ടുക. അപ്പോൾ ലെങ്ത്ത് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു വാട്ട്? എ ഡെസിമൽ നമ്പർ. അങ്ങനെ ഡെസിമൽ നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്കെയിൽ വെച്ചിട്ട് അടയാളപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഏരിയ ഈസ് ഈക്വൽ ടു 80 എന്ന് പറഞ്ഞു വിചാരിക്കും. ഏരിയ ഈസ് ഈക്വൽ ടു 80. ദാറ്റ് ഈസ് ലെങ്ത് ഈസ് ഈക്വൽ ടു 6 ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 3. ഇങ്ങനെയാണ്. അപ്പോൾ 6 × 3 ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി ഏരിയ. ഓക്കെ. ഇനി നമ്മളോട് മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറയുന്നു. ഇറ്റ്സ് ലെങ്ത് ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കും. ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ, ആൻഡ് ഏരിയ ഈസ് 18 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ. ദർഫോർ ദാറ്റ് 18 സെൻറ്റിമീറ്റർ ഈസ് ഡിവൈഡഡ് ബൈ ന്യൂ ലെങ്ത്. Then you will get what? 2 centimeter. So breadth is equal to 2 centimeter. അപ്പോൾ സെയിം ഏരിയ ആണെങ്കിൽ ന്യൂ ലെങ്ത്ത് കൊണ്ട് നമുക്ക് ഏരിയ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ന്യൂ ബ്രെഡ്ത്ത് കിട്ടും. അപ്പോൾ ഇവിടെ ന്യൂ ബ്രെഡ്ത്ത് എന്താണ്? ഒരു ഹോൾ നമ്പറാണ്, അല്ലെങ്കിൽ ഒരു കൗണ്ടിങ് നമ്പറാണ്. അപ്പോൾ ലെങ്ത്ത് 9 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ വരച്ചാൽ മതി. ദാറ്റ് റെക്റ്റാങ്കിൾ ഓൾസോ വിൽ ഹാവ് സെയിം ഏരിയ. അപ്പോൾ നമുക്ക് ഈ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 9 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തിലും ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ ആദ്യം വരയ്ക്കുന്ന 6 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ള റെക്റ്റാങ്കിളായി മാറും. പക്ഷേ ഇവിടെ തരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ലെങ്ത്ത് 4, ബ്രെഡ്ത്ത് 3. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ദിസ് ഈസ് ദി ഏരിയ. ഓക്കെ. പിന്നെ പറയുന്നത് ന്യൂ ലെങ്ത്ത് എത്രയാണെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ വരയ്ക്കേണ്ടതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ സെയിം ആയതുകൊണ്ട് 12നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? 2.4. അപ്പോൾ 2.4 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് എടുത്തുകൊണ്ട് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ മതി. എന്നാൽ അതിന് പകരം ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വരുത്തുക. എന്താണ്? ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്നുള്ളതിന് പകരം 5.2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കും. 5.2 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ന്യൂ റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 5.2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനിരിക്കുക. 12നെ 5.2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2.4 പോലെയുള്ള ഒരു നമ്പർ ആയിരിക്കില്ല. ഓക്കെ. 2.4 നമുക്ക് എക്സാക്ട്ലി എവിടെ കാണാൻ പറ്റും? സ്കെയിലിൽ കാണാൻ പറ്റും. എന്നാൽ 2.42 അല്ലെങ്കിൽ 2.31 എന്നൊക്കെ വന്നു വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മെഷർ കാണിക്കുന്ന എക്സാക്റ്റ് ലെങ്ത്ത് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റാത്ത രീതിയിലുള്ള ലെങ്ത്താണ് തരിക. അപ്പോൾ നമ്മളെങ്ങനെ ഫിഗർ വരയ്ക്കും എന്നാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊരു ഫിഗർ വരയ്ക്കുന്നു. അപ്പോൾ ആദ്യത്തെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററാണ്. ഓക്കെ.
അപ്പോൾ 4 സെൻറ്റിമീറ്ററിൽ ലെങ്ത്ത് വരച്ചു, 3 സെൻറ്റിമീറ്ററിൽ ബ്രെഡ്ത്തും വരയ്ക്കുന്നു. ഓക്കെ, 3 സെൻറ്റിമീറ്ററിൽ ബ്രെഡ്ത്ത് വരയ്ക്കുന്നു. Now we got length and breadth of a rectangle. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഈ സ്കെയിലുള്ള ലൈൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 90. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചു. ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1 2 3 4 സെൻറ്റിമീറ്റർ കിട്ടി. ഇത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുന്നു. Now we got a rectangle. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് ബ്രെഡ്ത്ത്. ആ ബ്രെഡ്ത്ത് നേരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ 4 വെച്ചുകൊണ്ട് 4 ഇങ്ങനെ 5 6 7 8. ഓക്കെ, ഇത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4ഉം 3ഉം ബ്രെഡ്ത്തും ലെങ്ത്തുമുള്ള റെക്റ്റാങ്കിൾ വരച്ചു. ഈ 4 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇത്ര ഈ ബ്രെഡ്ത്ത് എത്രയാണോ അത്ര എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂടിയാൽ എത്രയാണ്, 7 സെൻറ്റിമീറ്റർ. ആ 7 സെൻറ്റിമീറ്റർ ആദ്യം തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാം. അങ്ങനെയും ചെയ്യാം. 7 സെൻറ്റിമീറ്റർ വരച്ചു, എന്നിട്ട് 4 എവിടെയാണ് അവസാനിക്കുന്നത് അവിടുന്ന് 3 വരച്ചു. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കുന്ന റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എത്രയാണ്, 5.2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5.2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തും. മറ്റ് പല രീതിയിലും ചെയ്യാം. ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്, 5.2. ഓക്കെ, അപ്പോൾ 5.2 ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചു. ഇത് സ്ട്രെയിറ്റ് ആവണം എങ്കിലേ അത് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ 5.2 കിട്ടണമെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. 0 1 2 3 4 5 5.2 മാർക്ക് ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പോയിൻ്റ്, ഈ ലൈനും ഈ ലൈനും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിൻറ്റിനെ നമ്മൾ പി ആയിട്ട് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് എയും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ബി ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഇത് ഡിയും ഇവിടുന്ന് മേലോട്ടുള്ളത് സിയും. സി എവിടെയാണെന്നുള്ളത് തീരുമാനമായിട്ടില്ല. ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ആഫ്റ്റർ ഡ്രോയിങ്. ഓക്കെ, വരച്ച് കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. ഇനി ചെയ്യേണ്ടത്, ഇത് പി എയും ഇത് പി ബിയും ആണെങ്കിൽ ദിസ് മസ്റ്റ് ബി എ കോഡ്. ഓക്കെ, ഒരു കോഡാണെങ്കിൽ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും എവിടെ വേണം, സർക്കിളായിരിക്കണം. അപ്പോൾ ഈ 2 പോയിൻറ്റിലൂടെയും കടന്നു പോകുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കണം. മാത്രമല്ല ആ സർക്കിൾ ഈ പോയിൻറ്റിലൂടെയും കടന്നു പോകണം. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് 1 2 3 ഈ 3 പോയിൻറ്റ്സിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈ 3 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഓരോ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടും. ഇനി ഈ 2 സൈഡ്സിന് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടും. സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവിടെ വെച്ചു. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നൊക്കെയുള്ളത് നേരത്തെ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസിൻ്റെ ഹാഫിലധികം എടുക്കുന്നു. മോർ ദാൻ ഹാഫ് ഓഫ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് റേഡിയസ്. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു. അതേപോലെ ഈ എൻഡിൽ കൊണ്ടുവച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നു. സോ വി ഗോട്ട് എ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. വി ഗോട്ട് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതേപോലെ തന്നെ ഈ ലൈൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പകുതിയിലധികം എടുത്തുകൊണ്ട് വരയ്ക്കുന്നു. ഇവിടെയും വരയ്ക്കുന്നു. ഈ പോയിന്റിലേക്ക് മാറ്റി വെച്ചുകൊണ്ട്, ഈ എൻഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നു. ഇൻ്റർസെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ദിസ് ഈസ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഈ 2 പോയിൻറ്റ്സിലൂടെ, ദിസ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആൻഡ് ദിസ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ആ 2 പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെയും
നമ്മൾ വരയ്ക്കുന്നു. അങ്ങനെ വരയ്ക്കുമ്പോൾ അതാ ഈ പോയ ലൈനും ഈ ന്യൂ ലൈൻ രണ്ടും കൂടെ എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇവിടെ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ദിസ് ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ദിസ് ഓൾസോ ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അങ്ങനെ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ്. ആ പോയിൻ്റ് നമ്മൾ സെൻറ്ററായിട്ട് എടുക്കുന്നു. എന്നിട്ട് ഈ പോയിന്റിലേക്കും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് പാസസ് ത്രൂ 3 പോയിൻറ്റ്സ്. ഓക്കെ, എല്ലാ പോയിന്റിലൂടെയും കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വൺ സർക്കിൾ. ഒരു സർക്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പോയിന്റ് പി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പോൾ പി എ ഇൻറ്റു പി ബി, ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തുമായിട്ട് എടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ഇത്. ഇനി പി സി ഇൻറ്റു പി ഡി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് പി സി, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് പി ഡി. ഇവിടെ ലെങ്ത്ത് കൂടുമ്പോൾ ബ്രെഡ്ത്ത് എന്ത് ചെയ്യും, കുറയും. നേരത്തെ ഇത്രയായിരുന്നു ലെങ്ത്ത് ഉള്ളത്, അപ്പോൾ ഇത്ര ബ്രെഡ്ത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലെങ്ത്തിനേക്കാൾ ഇത് 4 സെൻറ്റിമീറ്ററാണ്, ഇത് എത്രയാണ് 5.2 ആണ്. അപ്പോൾ ലെങ്ത്ത് കൂടിയാൽ ബ്രെഡ്ത്ത് എന്താവും, കുറയും. അപ്പോൾ ആ കുറഞ്ഞ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്, ഇത്. അപ്പോൾ ഇനി ഇത് ബ്രെഡ്ത്തായിട്ട് നമ്മളെന്ത് ചെയ്യാം, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. That rectangle will have area equal to the area of this rectangle. Okay, അപ്പോൾ ഇവിടെ നമ്മൾ എന്തെഴുതുക, 5.2 സെൻറ്റിമീറ്റർ, അതായത് ഈ ലെങ്ത്താണ് 5.2 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് ദ ന്യൂ ബ്രെഡ്ത്ത്. ഓക്കെ, ന്യൂ ബ്രെഡ്ത്താണ്. ഈ ബ്രെഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. എവിടെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനത് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇതാ ഈ ബ്രെഡ്ത്താണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെ ഒരു ആർക്ക് വരച്ചു. എന്തിനാണ്, ഈ ബ്രെഡ്ത്താണ് ഞാൻ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ. ഇനി ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ദെൻ യു വിൽ ഗെറ്റ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഈ ബ്രെഡ്ത്ത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക, താഴെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് വരച്ചിരിക്കുന്ന അതേ ആർക്ക് ഈ എൻഡിൽ വെച്ചുകൊണ്ട് വരയ്ക്കുക, അങ്ങനെ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ലെങ്ത്ത് എടുക്കുക. ദിസ് ഈസ് 5.2 ആണ്, നമുക്കറിയാം. ആ 5.2 നമ്മളിങ്ങനെ മെഷർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഈ പോയിന്റിൽ ഇവിടെ ഈ പോയിന്റിൽ വെക്കുന്നു. ആ പോയിന്റിൽ വെച്ച് വരച്ചാൽ വിൽ ഗെറ്റ് എ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, നേരത്തെ വരച്ച ആർക്കിന് നീളം പോരാ, അതുകൊണ്ട് അത് കുറച്ചും കൂടെ അതേ ആർക്ക് തന്നെ വെച്ചിട്ട് ഒന്നുകൂടി വരയ്ക്കുക അങ്ങനെ. ഓക്കെ, അപ്പോൾ യു ഗോട്ട് എ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഹിയർ. ഈ പോയിന്റും ജോയിൻ ചെയ്യുക, ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, ദെൻ യു വിൽ ഗെറ്റ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഇതാണ് പുതിയ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിൾ ലെങ്ത്ത് എത്രയാണ്, 5.2 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്, ബ്രെഡ്ത്ത് നേരത്തെ ഉണ്ടായിരുന്ന ബ്രെഡ്ത്ത് 3 ആണ്. അപ്പോൾ 3യേക്കാൾ കുറവാണ്, കാരണം ലെങ്ത്ത് കൂടി. അപ്പോൾ ഈ ബ്രെഡ്ത്താണ് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ദിസ് റെക്റ്റാങ്കിൾ വിൽ ഹാവ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ. ഈ ബ്രെഡ്ത്തും ഈ ലെങ്ത്തും ആവണം എന്നുള്ളൂ, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് മാർക്ക് ചെയ്തതിന് പകരം ഇവിടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ഈ ബ്രെഡ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഈ ലെങ്ത്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ മേലോട്ട് വരച്ചുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഈ ബ്രെഡ്ത്ത് ഇങ്ങനെ തന്നെ നിലനിർത്തി ഈ 5.2 എന്ന് പറയുന്ന ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചുണ്ടാക്കുക. അപ്പോൾ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വി ക്യാൻ ഡ്രോ റെക്റ്റാങ്കിൾ, ബട്ട് ദാറ്റ് റെക്റ്റാങ്കിൾ വിൽ ഹാവ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ഗിവൺ റെക്റ്റാങ്കിൾ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.